ആൽബർട്ട്, ഇവൻ ഇയർ 10 പഠിക്കുന്നു. ഒരു മോള് കൂടിയുണ്ട്. മോളിവിടെ കുട്ടികളുടെ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾ ഹെരഫോർഡ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കഥ പറയാനാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ മാസം ഇവിടെ നാട്ടിൽ പോകേണ്ടവരായിരുന്നു. കാരണം നമുക്കറിയാം, എൻ്റെ വൈഫിൻ്റെ കെയർ വിസയിലാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഡിപ്പെൻഡൻസ് ആണ്. അപ്പം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം പോലെ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒക്ടോബർ 2024 എൻ്റെ വൈഫിൻ്റെ ജോലി ചെയ്യുന്ന കെയർ ഹോമിൽ നിന്നും പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെ അവർ തന്നെ ഒരു കാരണം കണ്ടുപിടിച്ച് ഒരു ടെർമിനേഷൻ ലെറ്റർ അടിച്ചു കൊടുക്കുകയും പുള്ളിക്കാരത്തിയുടെ COS നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലയിടത്തും മുട്ടി. കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഞങ്ങളിങ്ങനെ പുതിയൊരു ജോലിക്ക് വേണ്ടി, സ്പോൺസർഷിപ്പിന് വേണ്ടിയും പല വാതിലുകളിലും മുട്ടി. പല കെയർ ഹോമുകളിൽ നേരിട്ട് അപേക്ഷ കൊടുത്തു, ഏജൻസി വഴി ട്രൈ ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. ഒക്ടോബറിലൊക്കെ ധ്യാനത്തിന് വന്നു. പക്ഷേ മാനസികമായി തകർന്നിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാനോ അച്ഛനെ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരിയിൽ വീണ്ടും ഞങ്ങളിവിടെ ഫെബ്രുവരിയിലെ സെക്കൻഡ് സാറ്റർഡേ ധ്യാനത്തിന് ഇവിടെ വരുന്നു. അപ്പം ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വൈഫ് ഞങ്ങളെല്ലാവരും ഉണ്ട്. പെട്ടെന്നൊരു ഉൾവിളി പോലെ തോന്നി, നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടും, അച്ഛനെയും ഒന്ന് കണ്ട് സംസാരിക്കുക ഇതൊരു ഉൾവിളി തോന്നി. ഞാൻ എൻ്റെ വൈഫിനെ, ഭാര്യയുടെ പേര് ആശ എന്നാണ്, സൈജു അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇൻ്റർനാഷണൽ പ്രെയറിൽ അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ലഭിക്കും. അതുപോലെ ഈ കഴിഞ്ഞ മാസം മാർച്ച് 27 ആയിരുന്നു ഞങ്ങളുടെ വിസ തീരുന്നത്. അതിൻ്റെ അടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വിസ തീർന്ന് ഞങ്ങളെല്ലാവരും നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഡേറ്റിന് മുമ്പായിട്ട് എന്തെങ്കിലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് ഒരു വാക്കായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടുന്ന് പോയി. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു ഏജൻസിയുടെ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. 3 ദിവസം ആയില്ല അതിന് മുമ്പ് തന്നെ. ആ ഏജൻസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപേക്ഷകളെല്ലാം കൊടുത്തു വെച്ചു. അങ്ങനെ പിന്നെ കുറേ നാളത്തേക്ക് അനക്കൊന്നുണ്ടായില്ല. മാർച്ച് 20 വരെ ഞങ്ങൾ വളരെ ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. മാർച്ച് 20 ഈ ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഞങ്ങളോട് പറയുന്നു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുക. ഭാര്യ അറ്റൻഡ് ചെയ്തു. മാർച്ച് 23 ഞങ്ങൾക്ക് COS ലഭിക്കുന്നു. അത് നോർത്തേൺ അയർലൻഡിലാണ് വന്നത്. എവിടെയാണെങ്കിലും അത് ഞങ്ങൾ ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. മാർച്ച് 23 ഞങ്ങൾക്ക് ആ COS കിട്ടി. വിസയ്ക്ക് അപേക്ഷ വെച്ചു. 27 വിസ തീരുന്നു. അച്ഛൻ പറഞ്ഞായിരുന്നു ആ ഡേറ്റിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. 27 ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾക്ക് വിസ അപ്രൂവലായിട്ടുള്ള മെസ്സേജ് ഇമെയിലിലേക്ക് വരികയായിരുന്നില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അത് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന് നന്ദി പറയുന്നു. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത്. മോശ ഒരു പിടിവാശി പിടിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വചനം പറയണം, കർത്താവേ, നീ ഞങ്ങളോട് വരികയില്ലെങ്കിൽ നീ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പറഞ്ഞ് ഉറക്കെ ഒന്ന് വായിച്ച്. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. എല്ലാവരും എഴുന്നേറ്റിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജോലിപരമായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് വിസാപരമായിട്ട് തടസ്സങ്ങളാൽ നേരിടുന്ന കുടുംബങ്ങളുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് അനേക നാളുകളായിട്ട് ജോലി ചെയ്യുന്നു, ഒരു ഉയർച്ചയില്ല. ജോലിപരമായിട്ട് തളർച്ച, തകരുന്ന അവസ്ഥകൾ, സാമ്പത്തികമായിട്ട് പുറകോട്ട് പോകുന്ന അവസ്ഥകൾ, മനസ്സ് മടുത്ത അവസ്ഥകൾ, പല കുടുംബങ്ങളും കഷ്ടപ്പെടുന്ന അവസ്ഥകൾ. കർത്താവിനോട് പറയുക, കർത്താവേ, അങ്ങ് ഞങ്ങളോട് വരണം, അങ്ങ് ഞങ്ങളോട് വരണം. ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥിച്ചേ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലേക്ക്, ഞങ്ങളുടെ ജോലി മേഖലകളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, പഠന മേഖലകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നാരകീയ ശക്തിയും ഞങ്ങളുടെ കുടുംബത്തിനെതിരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെ, ഞങ്ങളുടെ ജോലി മേഖലകൾക്കെതിരെ പ്രബലപ്പെടാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി
യേശു നാമത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും ജോലി മേഖലകളിലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ്, കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച് ഉറക്കെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കുടുംബത്തോടെ ചേർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ കൃപ വർഷിക്കണം. ഓ പരിശുദ്ധാത്മാവേ കൃപ വർഷിക്കണം. യേശുവേ, യേശു വലിയവനാ. കരങ്ങളടിച്ച് പാടിക്കേ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും യേശുനാമത്തിന് മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. യേശു 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 യേശുവേ, യേശു 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 യേശുവേ, യേശു 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 തടസ്സങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. യേശു യേശു രോഗങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. വിശ്വാസം വിട്ടുമാറിപ്പോട്ടെ. സാമ്പത്തിക മേഖല വിട്ടുമാറിപ്പോട്ടെ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ